ആദ്യം ശ്രീ SGR കുമാറിലേക്കാണ്. ശ്രീ SGR കുമാർ, അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം പമ്പ മണപ്പുറത്ത് നടത്താൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവർക്കും മനസ്സിലാകാത്തത്. കാരണം 2018 കോടതി വിധി ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് ശബരിമലയിൽ ആചാരലംഘനം ഏതു വിധേനയും നടത്തണം എന്നുള്ള പിടിവാശി പിണറായി സർക്കാർ കാണിച്ചത് നാം എല്ലാവരും കണ്ടതാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും രാത്രിയുടെ മറവിൽ പോലീസ് സഹായത്തോടുകൂടി ശബരിമലയിൽ സന്നിധാനം വരെ എത്തിക്കാൻ അവർ നടത്തിയ ആ ശ്രമവും കണ്ടതാണ്. പിന്നീട് എന്തിനാണിപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നാടകത്തിന്റെ ആവശ്യം? നമുക്ക് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാണുന്നത് ഇപ്പോൾ നമ്മളെ ഈ ചർച്ചയ്ക്ക് മുമ്പ് നമ്മളുടെ മുന്നിലേക്ക് വന്ന ആ ഇൻട്രോയാണ്. എത്ര ഭീകരമായ രീതിയിലാണ് ഭക്തജനങ്ങളെ ഈ സർക്കാർ അവരുടെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അതുപോലെ തന്നെ നാമം ജപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ഈ പ്രക്ഷോഭം അതല്ലെങ്കിൽ ഈ ഭക്തജനങ്ങളോടൊപ്പം അവരോടൊപ്പം നിന്ന് എന്ന ഒറ്റ കുറ്റത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു സർക്കാർ അവരുടെ ഓരോ നീക്കങ്ങളും നമ്മൾ സശ്രദ്ധം വീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു വിഷയത്തിലും ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഭക്തജന സംഘടനകളും എല്ലാം ചെയ്യുക എന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട. കാരണം യാതൊരു കാരണവശാലും ശബരിമലയ്ക്ക് അനുകൂലമായിട്ടോ ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ടോ അതെല്ലാം പോട്ടെ, സനാതനധർമ്മത്തിന് അനുകൂലമായിട്ടോ ഒരു ചെറിയ നീക്കം പോലും എടുക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അവിശ്വാസികളായിട്ടുള്ള മതം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന അതുപോലെ തന്നെ ഗണപതി മിത്താണെന്ന് പറയുന്ന ഈ സർക്കാർ ഏത് തരത്തിലുള്ള ഈ ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആഗോള സംഗമം ആഗോളം പോയിട്ട് ഒരു ജില്ലാ സംഗമം പോലും വിളിക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള ഒരു സാങ്കത്യമില്ലാത്ത ഒരു സർക്കാരും ഒരു ഇടതുപക്ഷ പാർട്ടികളുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഉദ്യമത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട്. അത് എന്തായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതൊരിക്കലും ഭക്തജനങ്ങളെ അനുകൂലിച്ചുള്ളതല്ല എന്നുള്ളതാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഏതെങ്കിലും കാരണവശാൽ ഇത് ഭക്തജനങ്ങളെ അനുകൂലിക്കുന്നതായിട്ട് ആരെങ്കിലും ഒരു ഭക്തനോ ഒരു ഭക്തയ്ക്കോ തോന്നണമെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയം ഈ 2018 ഈ ശബരിമല യുവതീ പ്രവേശത്തിൻ്റെ വിഷയത്തിൽ ഭക്തജനങ്ങൾക്കെതിരായിട്ടൊരു വിധി വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ സമയത്ത് വളരെ വേഗത്തിൽ തന്നെ ആ വിധി നടപ്പാക്കാൻ ഒരിക്കലും കോടതി ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഇത്ര ദിവസത്തിനകം വിധി നടപ്പാക്കണമെന്നുള്ളത്. കോടതി ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതിന് അപ്പീൽ കൊടുക്കാനോ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനോ മറ്റ് റിട്ട് പെറ്റീഷൻ കൊടുക്കാനോ ഒക്കെ സമയം ബാക്കി നിൽക്കെ അതിന് മുൻപ് തന്നെ ഇത്തരം മറ്റ് പല അതായത് അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകളെ ഈ ശബരിമലയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തി. പക്ഷേ നമ്മളത് കണ്ടത് ഇത്തരത്തിലൊരു നീക്കം 2006 ആരംഭിച്ചതാണ്. ഈ കേസ് 2006 ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് കക്ഷിയായിട്ടുള്ള ഈ കേരള സർക്കാരും അതുപോലെ തന്നെ ഈ പത്തനംതിട്ട കളക്ടർ ഇത്തരത്തിലെ ദേവസ്വം ബോർഡ് ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ കൊടുത്ത സത്യവാങ്മൂലം നമ്മളൊന്ന് പരിശോധിക്കണം. ഇവർ അന്ന് മുതൽ കൊടുത്തുകൊണ്ടിരുന്ന പല സമയത്തും കോടതി മാറി മാറി വന്ന സമയങ്ങളിലെല്ലാം അവസാനം ഈ 2018 വരെ ഈ കേസ് അവസാന വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് വരെ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത്. അതിന് കാരണം അവർ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ജെൻഡർ ഈക്വാലിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡും. അതായത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കവനൻറ്റിൻ്റെ ഭാഗമായിട്ട് മഹാരാജാവ് ഈ രാജ്യം ഭാരത യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 526ഓളം കവനൻറ്റിലുണ്ടെങ്കിൽ തിരുവിതാംകൂറിൻ്റെ കവനൻറ്റ് വളരെ പ്രത്യേകതയുള്ളതാണ്. ആ കവനൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണം. മഹാരാജാവ് ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചു പോന്നു.
അത്തരത്തിൽ വീണ്ടും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ പല നിബന്ധനകളും വെച്ചുകൊണ്ട് അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടി പോലും. അത്തരത്തിൽ വിശ്വാസികളുടെ ഈ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളെ പരിപാലിക്കാനും ബാധ്യതപ്പെട്ട ഈ ദേവസ്വം ബോർഡ് പോലും ശരിക്കും വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത്. അതവർ തുടർന്നുകൊണ്ട് പോന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ അവർ ഈ ഭക്തജനങ്ങൾക്കൊപ്പമാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ശബരിമല അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ഭക്തിപൂർവ്വം ഞങ്ങൾ പങ്കെടുക്കും. അവിടുത്തെ അയ്യപ്പ ഭക്ത സംഗമം നടത്തും. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യമേ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നും ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ മാറ്റപ്പെടാത്ത സത്യവാങ്മൂലത്തിൽ അത്തരത്തിലൊരു മാറ്റം അവർ കൊണ്ടുവരണം. അവർ വീണ്ടും പുതിയതായിട്ട് സത്യവാങ്മൂലം കൊടുക്കണം. ഞങ്ങൾ ഈ പറയുന്ന യുവതീ പ്രവേശന അനുകൂലമല്ല, ഭക്തജനങ്ങളോടൊപ്പമാണ്. ഈ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാനോ ഒന്നും ഞങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. ആചാര സംരക്ഷണത്തിനാണ് നമ്മളും ബാധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു സത്യവാങ്മൂലം ഈ സുപ്രീം കോടതിയിൽ കൊടുക്കാത്തടത്തോളം കാലം അത് കേരള സർക്കാരായാലും ദേവസ്വം ബോർഡായാലും അവർക്ക് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ കൂട്ടാനുള്ള യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. രണ്ടാമത് അതിൻ്റെ അത്തരം നീക്കങ്ങളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതുതന്നെയാണ് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഈ ഒരു രാഷ്ട്രീയ നാടകത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളത് തന്നെയാണ് ശ്രീ SJR കുമാർ ഉയരുന്ന ചോദ്യവും. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സന്നിധാനത്ത് ഇവർ ഒരുക്കുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.